നീ ഇങ്ങനെ വിഷമിക്കല്ലേ, ബാപ്പ വരും. ചന്ദ്ര 2 ചായ കേട്ടാ. അടുത്ത ബക്കർക്ക് വന്നിട്ടില്ല അല്ലേ? ഇല്ല, ഡിസ്പ്ലേ വന്നിട്ടില്ല. നീ ഇങ്ങനെ വിഷമിച്ച് ചായ കുടിച്ചേ. എന്നാലും ഈ ബക്കർ എന്ത് പോക്കട പോയത്? എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നു അവന്? മോനെ കേസ് കൊടുത്തറാ? കേസ് കൊടുത്തേട്ടാ. എന്നിട്ട് പോലീസ് എന്ത് പറഞ്ഞ് അന്വേഷിക്കാന്ന് പറയണ്ടല്ലാണ്ട് എന്ത് പറയാ? അവരന്വേഷിക്കും. എന്നാലും ഈ ബക്കർ ഇപ്പൊ എന്തിനു പോയത്? ബെറ്റ് വെച്ചല്ലേ? ആരായിട്ട്? വാസുവായിട്ട്. ഏത് വാസു? നമ്മുടെ മെസ്സി വാസു. മെസ്സി വാസു അവരുടെ കൂട്ടുകാരനല്ലേ? കുട്ടികളാണെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? വേൾഡ് കപ്പ് വരുമ്പോ എപ്പോഴും അവര് ശത്രുക്കളല്ലേ? അത് എനിക്ക് അറിയാവുന്ന കാര്യ. പിന്നെ ഇത്തവണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് രൂക്ഷമായി പോയി ബെറ്റ്. അപ്പൊ എങ്ങനെ? നിങ്ങൾ എത്ര പേര്? ഞങ്ങൾ 6 പേര്. ഞങ്ങൾ 8 പേര്. എങ്ങനെ കളിച്ചാലും നിങ്ങൾ കളി തോൽക്കും. എങ്കിൽ പിന്നെ ഒരാളോട് ഞങ്ങൾക്ക് ആലോചിക്കാനുണ്ട്. ആരാണവൻ? കളിക്കളത്തിൽ ഞങ്ങളുടെ അവതാരമൂർത്തി, കളിക്കളം അറിയുന്ന രാജാവ്. ആ ഉഗ്രമൂർത്തിയുടെ ഇപ്പോഴത്തെ പേര് ബക്കർ. വെറും ബക്കർ അല്ല, നെയ്മർ ബക്കർ ആണ്. എടാ മെസ്സി വാസു, അർജന്റീന ജയിക്കൂ എന്നുള്ളത് നിന്റെ വ്യാമോഹം മാത്രമല്ല. അത് നടക്കൂല. നെയ്മറുടെ കാലിലെ 2 നഖം വെട്ടി നിന്റെ കയ്യിൽ ഞാൻ തരാം. അത് കൊണ്ടുപോയി നീ ചന്ദനമുട്ടിയിലിട്ട് ദഹിപ്പിക്ക്. നിന്റെ ആശ തീർക്കാം. പാപ്പ ഒന്ന് കളിച്ചെങ്ങട്. എന്താണ് ചായ കുടിക്കാൻ വരാൻ പറ. ചായ കുടിക്കാൻ മോയ്ക്ക് ഞാൻ വിടാൻ നിന്റെ ഉമ്മയുടെ ഒരു ഉണക്കച്ചായ ഈ സമയത്താണ് അവന്റെ ചായ. നല്ലൊരു പാസാണ് എന്നുള്ളതാണ്. ഈ ഭൂഗോളത്തിൽ ഇന്നിപ്പോ ഈ ഗോളൊന്നും അടിച്ചില്ലേ, ഇതുപോലെ 4 ഗോൾ നെയ്മർ അടിക്കും. അല്ലാത്ത പക്ഷം ഈ ബക്കറിന് ജീവിച്ചിരിക്കില്ലടാ. കാണാടാ. കാണാം. എന്നാലിങ്ങനെ പോകാൻ പാടുണ്ടോ? പാടില്ല. വിഷമിച്ചിരിക്കണ്ടില്ലേ? നിനക്കൊരു സത്യം അറിയോ? പാപ്പ പോയ പിന്നെ ഉമ്മ പച്ച വെള്ളം കുടിച്ചിട്ടില്ല. മോനെ നീ ചായ കുടിക്ക്. ചായ ഒന്നും ഇറങ്ങില്ല ചേട്ടാ, ഞാൻ വീട്ടിൽ പോട്ടെ. പിന്നെ സുനിച്ചേട്ടാ, നമ്മുടെ കളിക്കാരെ കൂട്ടി ഒന്ന് വീട് വരെ പറഞ്ഞേട്ടാ, ഉമ്മാനും സമാധാനിപ്പിക്കാം. പോയിക്കോട്ടെ. എടാ എന്നാലും ഈ വാസുപ്പ് എവിടെയുണ്ട്? അതല്ല രസം. ബക്കർ പോയതിനു ശേഷം ആ ബോൾ കൊടുത്ത ഗ്രൗണ്ടിൽ പോയിട്ട് ഒറ്റ നിപ്പണ്. ബക്കറെ, നീ എന്ത് പോക്കാടാ പോയത്? ഈ ഗ്രൗണ്ടും എന്നെയും ഈ ബോളും വിട്ടിട്ട് നീ എവിടെയാണ് പോയി? ഞാനിനി നാട്ടിലേക്കില്ല. എന്റെ വാസുവിന്റെ മുഖത്ത് നോക്കാൻ എനിക്ക് കഴിയും. ഞാൻ മരിക്കാൻ പോകുള്ളൂ. നിങ്ങൾ എന്ത് ബെറ്റായി വച്ചേ? ബെറ്റ് വെച്ച് ഒരു കുടുംബത്തിന് നാഥനില്ലാണ്ടാക്കിയില്ലേ നിങ്ങള്? ഇങ്ങോട്ട് ഒടുക്കത്തൊരു മെസ്സി. എന്തൊക്കെയാവും ആർക്കറിയാം. നീ എന്റെ എന്തെങ്കിലും പറഞ്ഞേട്ടാ, മെസ്സിനൊന്നും പറയരുത്. നബീസ്റ്റിനോട് ഞാൻ ഇനി എന്ത് പറയാനാ ദൈവമേ. പോയത് കരയല്ലേ നബീസ്ത. ഒന്നിൽ കരയും ഇല്ലെങ്കിൽ തിന്നി വെറുതെ മനുഷ്യനെ നാണം കിടത്താൻ വേണ്ടി അങ്ങനെ പറയണടാ. ഒന്നിട്ട് പോകുന്നല്ലേ? പാപ്പാനെ കുറിച്ച് വല്ല വിവരമുണ്ടോ? ഒരു വിവരമില്ല. മോനെ വാപ്പാടെ കൂട്ടുകാരന്മാരാ വരണ തോന്നണ്ട.
വാസു കുക്കർ അടിക്കുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ കെട്ടിയ ബക്കറിന്. നബീസ കരയല്ലേ? അതെ, പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടുണ്ട്. അവർ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പേടിക്കണ്ട. കൃഷ്ണനോട് കാര്യം അറിയോ? എന്റെ മോനേക്കാളും എന്നെക്കാളും വലുത് നെയ്ബറാണ്. നെയ്മർ ഗ്രൗണ്ടും വിട്ടുപോയി, ബക്കർ വീടും വിട്ടുപോയി. ഇവന് ശേഷം ഒരു കുഞ്ഞിക്കാല് കാണുന്നു പറഞ്ഞപ്പോഴേ അങ്ങനെ പറഞ്ഞത് എന്താണെന്നറിയോ? വേണ്ടടി, ആ കളി പൗളമെന്നാ പറഞ്ഞ. നബീസ്തക്ക് എന്താണ് ഒരു പെനാൽറ്റി ഒന്നും അടിക്കാത്ത മനുഷ്യനാണ് ഈ നിൽക്കുന്നത്. ഒരു പെനാൽറ്റി ഫൗളും അതിട്ട് വന്നേ. അർജന്റീന കളി തോറ്റു. ബാപ്പ എന്തായാലും തിരിച്ചു വരും. വാ നമുക്ക് ഗ്രൗണ്ടിൽ പോവാം. ബക്കർക്ക അല്ലോ നെയ്മർ. ബക്കർക്ക, ഇത് ഞാനാ നെയ്മർ. ബക്കർക്ക മരിക്കാൻ പോവേണോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അറിഞ്ഞില്ലേ, അർജന്റീന കളി തോറ്റ്. മെസ്സി മിക്കവാറും വിരമിക്കും. ബക്കർക്ക് ഉടൻ തന്നെ വേഗം ഗ്രൗണ്ടിലേക്ക് ഇല്ലേ. ബക്കർക്കാരുടെ സുഹൃത്ത് മെസ്സിവാസ് കാത്തു നിൽക്കുന്നുണ്ട്. ചെല്ല്, ഞാനല്ലേ പറയണം. ഈ ബക്കറെ തോപ്പിക്കാൻ പറ്റൂല വാസു നിനക്ക്. എടാ ബക്കറെ, നീ ഒരു ഗോൾ അടിച്ചാൽ ഞാൻ 3 ഗോൾ അടിക്കും. എന്നാ കാണാം, എന്നാ കൈയോട്ട് കളിയാ. ബക്കറേ, ബക്കറെ നീ എവിടെയായിരുന്നോ? ബക്കറെ അർജന്റീന തോറ്റ് മെസ്സി പോയടാ. വാസു, നെയ്മർ എൻ്റെ സ്വപ്നത്തിൽ വന്നതാ. നീ ഈ ഗ്രൗണ്ടിൽ എന്നെയും കാത്തു നിൽക്കുന്നു. അതാണ്ടാ ഞാൻ മരിക്കാതെ തിരിച്ചു പോകും. നമുക്കിനി മെസ്സി വേണ്ടടാ. നെയ്മറും വേണ്ടടാ. നമുക്ക് പഴയ വാസുവും ബക്കറുമായിട്ട് ജീവിച്ചാൽ എന്ത് രസമായിരുന്നു നമ്മുടെ പഴയ കുട്ടിക്കാലം.